ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കാട്ടിക്കൂട്ടുന്ന ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒഴിവായതുകൊണ്ട് തന്നെ, ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓഫീസിലൊന്നും പോകണ്ട. അതുകൊണ്ട് ഒരുപാട് ടൈം ഞാൻ ഉറങ്ങിയിട്ട് ഒരു 10:15 10:30 വരെയൊക്കെ ഞാൻ ഉറങ്ങി. അല്ലാന്നുണ്ടെങ്കിൽ 9 മണി വരെയൊക്കെ ഉറങ്ങാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് വീണ്ടും വന്ന് കിടന്നതാണ് കേട്ടോ, സത്യം പറയാലോ. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത് എണീക്കാനുള്ള ചെറിയൊരു തന്ത്രപ്പാടിലാണ് കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിൽ മാത്രമാണ് മുടി കെട്ടി വെച്ചിട്ട് ഉറങ്ങുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ അധികം പൊതുവേ ഞാൻ മുടി അഴിച്ചിട്ടാണ് കേട്ടോ കിടന്നുറങ്ങാറ്. കെട്ടി വയ്ക്കുന്ന സമയത്ത് ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തതുകൊണ്ട് തന്നെ അതിങ്ങനെ ചെറിയ രീതിയിലൊന്ന് ചുരുണ്ട് നിൽക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കെട്ടി വയ്ക്കാറില്ല. അങ്ങനെ തന്നെ അഴിച്ചിട്ടിട്ടാണ് കിടക്കുന്നത്. വല്ലപ്പോഴും ആണ് കെട്ടി വയ്ക്കുന്നത്. അങ്ങനെ പിന്നെ മുടിയൊക്കെ ഒന്ന് അഴിച്ച് ഒന്നൊന്ന് സെറ്റാക്കിയിട്ടാണ് ഞാൻ എണീക്കുന്നത്. അങ്ങനത്തെ ഞാൻ എണീറ്റു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എനിക്ക് തോന്നുന്ന സമയത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ എണീറ്റ ഉടനെ തന്നെ എൻ്റെ പുതപ്പ് മടക്കി വയ്ക്കുന്നത് വളരെ കുറവാണ്. എൻ്റെ മൂഡ് അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. ചിലപ്പോൾ എനിക്ക് മടക്കിയൊക്കെ വെച്ച് അപ്പം തന്നെ മടക്കിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യണമെന്ന് തോന്നും. അല്ലാത്ത ടൈമിൽ നമ്മൾ അടിച്ച് വാരി തുടച്ചിടുന്ന സമയത്താണ് ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതൊക്കെ ഒന്ന് മടക്കി വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അതേമാതിരി എണീറ്റ് പോയി, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മൂഡ് അനുസരിച്ചിട്ടാണ് എൻ്റെ ഓരോ പണികളും ഞാൻ ചെയ്യുന്നത് കേട്ടോ. മുടി കെട്ടി വെക്കണോ അഴിച്ചിടണോ എന്നൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. ഏതാണ് വീഡിയോയിൽ രസം എന്നുള്ളത് നോക്കി കണ്ടോ. പിന്നെ ഗൈസ്, ഞാൻ ഈ ഫ്രണ്ടിൽ വെട്ടിയിട്ടുള്ള മുടി ഇത്രയും വളർന്നിട്ടോ. ഞാൻ എത്ര ആക്കിയിട്ടാണ് വെട്ടിയത് എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കാണട്ടെ. അതിപ്പോൾ എൻ്റെ ഈ മൂക്കിൻ്റെ ഇവിടെ എത്താനായിട്ടുണ്ട്. ഇനി വലിയ രീതിയിൽ കുഴപ്പമുണ്ടാവില്ല. നമുക്ക് ഫ്രണ്ടിക്ക് ഇങ്ങനെ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിക്ക് ഇങ്ങനെ ഇടാവുന്നതാണ് കേട്ടോ. സെറ്റാണ്. അയ്യോ, ഞാൻ കുറേ ടെൻഷൻ അടിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ മുടി വെട്ടി കഴിഞ്ഞാൽ. കാരണം ഭയങ്കര ബോറായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു രീതിയിലും പിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇത് പിടിച്ച് കെട്ടാൻ പറ്റുന്നില്ല. കാരണം സ്ലൈഡ് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് ഉള്ളിൽ നിന്ന് ഊരിപ്പോരുക. കാരണം ഞാൻ പറഞ്ഞില്ല, ബ്ലോ ഡ്രൈ ചെയ്തതുകൊണ്ട് തന്നെ അങ്ങനെ സ്ലൈഡൊന്നും വല്ലാതെ നിൽക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് മര്യാദയ്ക്ക് മുടി പോലും കെട്ടാൻ പറ്റുന്നില്ലായിരുന്നു. അഴിച്ചിട്ട് കഴിഞ്ഞാൽ വൻ ബോറായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് കുറച്ച് വളർന്ന് വന്നതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ സെറ്റായിട്ടോ. പിന്നെ ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നു ബ്രഷ് ചെയ്യാനാണ് കേട്ടോ. ഞാൻ ഫോണാണ് വെച്ച് സെറ്റ് ചെയ്തേരെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞേരെയാണ് നോക്കുന്നത്. എൻ്റെ തല കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ബ്രഷ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ. പിന്നെ ഫേസൊക്കെ വാഷ് ചെയ്യുന്നത് ഞാൻ നേരെ ബാത്റൂമിലൊക്കെ പോയിട്ടാണ് കേട്ടോ. പിന്നെ നേരെ കിച്ചണിക്ക് ചെന്നപ്പോഴേ അച്ഛൻ രാവിലെ തന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അത് മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയും കടലക്കറിയാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു 3 ദോശയും കടലക്കറിയൊക്കെ എടുത്തിട്ട് കഴിച്ചു. ഇന്നത്തെ അധിക വീഡിയോസിൽ എൻ്റെ തല വല്ലാതില്ല ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ബാഗിൽ നിന്ന് എടുത്ത് നോക്കുന്നത് എൻ്റെ മരുന്നാണ് കേട്ടോ. ഞാൻ മൈഗ്രെയിനിന് ഇപ്പോൾ ഹോമിയോനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നേരം തെറ്റാതെ ഞാൻ മരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ, ഹോമിയോ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ഞാൻ എപ്പോഴും ബാഗിലാണ് മരുന്ന് വെക്കാറ്. കാരണം ഉച്ചയ്ക്ക് മരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഓഫീസിൽ പോകുന്ന സമയത്ത് അത് എടുക്കാൻ മറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുൾ ടൈം എൻ്റെ ബാഗിലാണ് മരുന്ന് ഉണ്ടാവാറ്. അങ്ങനെ പിന്നെ 2 മരുന്നാണ് കേട്ടോ. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കുടിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ തലവേദനയ്ക്ക് നല്ല കുറവുണ്ട്. അങ്ങനെ പിന്നെ ബാഗൊക്കെ ഞാൻ എടുത്തു വെച്ചു. പിന്നെ ഞാൻ കുറച്ച് ടൈം TV കണ്ടിരുന്നിട്ട്. ഇന്നത്തെ ദിവസം കാര്യമായിട്ട് ഒരു പണിയില്ലായിരുന്നു. അല്ലെങ്കിലും വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല. ഇന്ന് പിന്നെ അല്ലെങ്കിൽ എനിക്ക് അടിച്ചിട്ട് തുടച്ചിടാൻ അങ്ങനെയൊക്കെ കുഞ്ഞു പണി ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇന്ന് അമ്മ അത് ചെയ്തുകൊണ്ട് തന്നെ ഒരു പണിയില്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് വീഡിയോ എടുക്കുക, ആ ഒരു പണി മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം TV കണ്ടിരുന്നു. പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് ടൈം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ബോട്ടിൽ വെള്ളമാക്കുകയാണ് കേട്ടോ. ഞാനൊരു ദിവസം ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കും. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ 1 ലിറ്റർ പോലും കുടിച്ചിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇന്ന് ഞാൻ അധികം നേരം ഉറങ്ങുമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതേ ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് അതിൽ വെള്ളമാക്കുകയാണ്. അമ്മയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചിക്കനൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ എനിക്കിന്ന് കിട്ടിയൊരു കുഞ്ഞു പണി എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതോരോ പാത്രത്തിലൊക്കെ ആക്കി വെക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതൊക്കെ ഉണ്ടല്ലോ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റൊക്കെ ആക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ചീയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെയാണ് ആക്കി വെക്കാറ്. അത് ഞാൻ ആക്കി വയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിലൊരു ചേച്ചി വന്നിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരെ അവരുടെ അടുത്ത് പോയി. ഞാൻ ഈ പണി അവിടെ പകുതി ഇട്ടേരെ. അങ്ങനെ പിന്നെ അത് അമ്മ വന്നേരം അത് മുഴുവനാക്കിയിട്ട് ഞാൻ ആ പണി പോലും ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന അശ്വതി ചേച്ചി ആയിരുന്നു കേട്ടോ. ഇത് അശ്വതി ചേച്ചീൻ്റെ മോളാണ്. അങ്ങനെ പിന്നെ ഞാനും മഞ്ജുറ്റും കുറച്ച് നേരം അവളുടെ കൂടെയൊക്കെ ഇങ്ങനെ ഓരോ തമാശയും പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരുന്നു.
മഞ്ജുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് പഠിക്കാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവയ്ക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവളെ കണ്ടപ്പോൾ എൻ്റെ ചാരുവിൻ്റെ ഒരു ഫേസ് കട്ട് പോലെ തോന്നി. ചാരുവിൻ്റെ ഫേസ് കട്ടും ഉണ്ട്, ചാരുവിൻ്റെ സംസാരവും ഉണ്ട് കേട്ടോ. ആൾ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചിക്കനോ? കളർ കണ്ടിട്ടാണോ? അങ്ങനെ പിന്നെ ഉച്ചയായാലും നമ്മൾ ഫുഡ് കഴിച്ചു. ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ഇതൊരു ചീരയാണ്, ഒരു പൊട്ടിക്കുന്ന ഒരു ചീരയാണ്, പിന്നെ 2 പപ്പടം കൂടെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. 2-3 പപ്പടമൊക്കെ ഞാൻ ചോറിനെടുത്താൽ എനിക്ക് അത്രയും കൊള്ളാം, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേരം ഞാൻ കുറച്ച് ടൈം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ സോഫയിലാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. സോഫയിൽ എന്തിനാണ് കിടന്നതെന്ന് വെച്ചാൽ വേഗം എണീക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് ടൈം എനിക്ക് സോഫയിൽ കിടന്നുറങ്ങാൻ രാവിലെ ഉച്ചയ്ക്കൊന്നും പറ്റാറില്ല. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് അവിടെ കിടന്നത്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, സോഫയിൽ നിന്ന് എണീറ്റാണ്ട് റൂമിൽ പോയിട്ട് കുറേ നേരം പിന്നെയും കിടന്നിട്ടോ. അങ്ങനെ കിടന്ന് എണീറ്റപ്പോൾ എനിക്കിത് ആകെപ്പാടൊരുമാതിരി ഇട്ടോ, ഞാൻ എന്തൊക്കെയോ ആവുന്ന പോലെ എനിക്ക് തോന്നി. ഒരുമാതിരി ഒരു വേദനയോ ക്ഷീണമോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഒരു സുഖമില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് ദിവസമായി ഉച്ചയ്ക്ക് വന്നിട്ട്, അതുകൊണ്ടായിരിക്കും. ഇന്ന് ഞാൻ കുടിച്ചിട്ടുള്ള വെള്ളം വെറും 1 ലിറ്ററാണ് കേട്ടോ. അതുപോലെ ഞാൻ ഫുള്ളാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ ഈവനിങ് നമുക്ക് അമ്മ മുതിര ഞങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മുതിര നമ്മൾ ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിൽ തേങ്ങയും ശർക്കരയും കൂടെ ഇട്ടിട്ട് അങ്ങനെ ഇട്ട്. ഇതിന് എന്താ പേര് എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ TV ഒക്കെ കണ്ട് ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചിട്ട് ഞാൻ മുതിരയൊക്കെ കഴിച്ചു. ഞാൻ നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് നല്ല ഇഷ്ടമാണ്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവർ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഏലക്കായൊക്കെ ഇടും, അങ്ങനെയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കണം. മുതിര തോരനൊന്നും പറയത്തില്ല, എന്താ പേരെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പേര് അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിടണേ. അങ്ങനെ ചായയൊക്കെ കുടിച്ചേരം പിന്നെ ഒരു പണി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സൊക്കെ കുറച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. മഞ്ജുട്ടി അലമാരയിൽ നിന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് എല്ലാതും പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ട് പരിപാടിയുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സ് മടക്കി വെക്കുക അങ്ങനത്തതൊന്നും വലിയൊരു താല്പര്യമില്ല. പിന്നെ ഈ പാൻറ്റ് വന്നിട്ട് നാളെ ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ മാറ്റി വെച്ചിട്ടോ. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് അലമാരയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മ ഒരു സൈഡിൽ ഇരുന്നിട്ട് TV കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.